Hello, dear students. Let us discuss the course of the First World War in this class. So, my last class was about Europe before the First World War, the circumstances which prevailed in Europe, the kind of militaristic feelings, jingoistic feelings, which kindle that sense of fear and suspicion amongst world nations. Moreover, there was Germanophobia or fear of Germany after its birth in 1871 because Germany joined the scramble for colonies which the other world powers, European powers, did not approve much. So that was a situation. You could see how that fear and suspicion was very much there, and almost all the European countries started piling up arms and ammunition. So it was, in fact, a very critical situation. A lot of events which happened after 1900 influenced the First World War. You could see that a lot of events in fact paved way to the First World War. So let us examine those events first. ഓക്കെ ഈവൻസ് ലീഡിങ് ടു ദ വാർ. ഇത് പറയാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് കോസ് അല്ല. നമുക്കറിയാം ഒരു സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിൽ കാര്യങ്ങൾ വഷളാക്കുന്ന പല സംഗതികളും നടന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പലതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു കുഡ് സീ ഹൗ ദ ഐഡിയ കോൺസെപ്റ്റ് ഓഫ് കൊളോണിയലിസം, the concept of imperialism was seen asserting. കൊളോണിയൽ ശക്തികളുടെ താല്പര്യം, അതായത് ഈ രാജ്യം ഞങ്ങളുടേതാവണം. The wars between, the tips between colonial empires, France on one side, Britain on the other side, resulted in numerous clashes. So such clashes were very common, and plenty of such events happened in this period. So let us take a few important ones, not all. One was the Moroccan crisis, which happened after 1905. Moroccan crisis. Morocco എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലുള്ള ഒരു കോളനിയാണ്, ഫ്രഞ്ചുകാരുടെ കോളനിയാണ്. ഇത് ഫ്രഞ്ചുകാരുടെ കോളനി ആണെങ്കിലും ജർമ്മനി ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ജർമ്മനി സ്റ്റാർട്ടഡ് ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ മൊറോക്കോ. ജർമ്മനി വോണ്ടഡ് മൊറോക്കോ. അപ്പം ഇത് ഫ്രഞ്ചുകാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമായി. അപ്പം എന്ത് പറ്റി? അത് അവർ തമ്മിലുള്ള ക്ലാഷിന് കാരണമായി. പക്ഷെ അവസാനം ജർമ്മനിക്ക് ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന വേറൊരു കോളനീൻ്റെ ഭാഗം കൊടുത്തിട്ട് ജർമ്മനിയെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മൊറോക്കൻ ക്രൈസിസ്. ഇത്ര ഓർത്താൽ മതി. മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ കോളനി, അതിൻ്റെ മേലെ ആർക്കാണ് അവകാശം? അതൊരു ഫ്രഞ്ച് കോളനിയാണ്. ആ കോളനിയുടെ മേലെ ജർമ്മനി അവകാശം സ്ഥാപിക്കാൻ വരുമ്പോൾ ഫ്രാൻസിലുള്ളവർക്ക് തീരെ താല്പര്യമില്ല, ഫ്രഞ്ചുകാർക്ക് താല്പര്യമില്ല. സോ ദാറ്റ് റിസൾട്ടഡ് ഇൻ എ ക്ലാഷ്. അൾട്ടിമേറ്റ്ലി French kept Morocco but had to give a portion of Congo, വേറൊരു കോളനി, to Germany, and that is what is known as Moroccan crisis. അപ്പം തന്നെ ജർമ്മനി ആയിട്ടൊരു അകൽച്ച, വിശ്വാസക്കുറവൊക്കെ കൂടുതൽ നമ്മൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. So you could see Germany trying to show their imperial interest in Asia, in Africa predominantly, and also in Europe. Okay, so let us see the case of Bosnian crisis എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രൈസിസ് ഉണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ ആഫ്റ്റർ 1905, 1908 ആണ് നടക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന ബോസ്നിയ എന്ന് പറയുന്നത് യൂറോപ്പിലെ രാജ്യമാണ്. വെൻ ഓസ്ട്രിയ അറ്റാക്ട് ദ പ്രോവിൻസസ് ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, ഓക്കെ, വിച്ച് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ടർക്കി. ഓക്കെ, ടർക്കിയുടെ കൈവശമുള്ള ടെറിട്ടറീസ് ആര് അറ്റാക്ക് ചെയ്യാണ്? ഓസ്ട്രിയ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ബോസ്നിയൻ ക്രൈസിസ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും, മറ്റുള്ള രാജ്യങ്ങൾ അതിലേക്ക് ഇടപെടും. ഓക്കെ, അപ്പോൾ അത് സിറ്റുവേഷൻ കൂടുതൽ മോശമാക്കും. അപ്പം മൊറോക്കൻ ക്രൈസിസ് ഒന്ന്. രണ്ടാമത്തത് ബോസ്നിയൻ ക്രൈസിസ്. ബോസ്നിയ യൂറോപ്പിലുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഓക്കെ, പിന്നെ അടുത്തുള്ളത് ബാൾക്കൻ ക്രൈസിസ് ആണ്. ബാൾക്കൻ ക്രൈസിസ് എന്ന് പറയുമ്പം 1912 നടക്കുന്നതാണ്. ബാൾക്കൻ രാജ്യങ്ങൾ എവിടെയാണ്? Balkan states are a collection, a group of states in Europe. Okay, Balkan states. അപ്പം ഈ ബാൾക്കൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. അൽബേനിയ, ബോസ്നിയ, ഹെർസിഗോവിന, ബൾഗേറിയ, ക്രൊയേഷ്യ, ഗ്രീസ്, കൊസാവോ, മോണ്ടിനെഗ്രോ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ, സെർബിയ, സ്ലോവേനിയ.
ഒന്നുകൂടെ പറയാം. അൾബേനിയ, ബോസ്നിയ, ഹെർസിഗോവിന, ബൾഗേറിയ, ക്രൊയേഷ്യ, ഗ്രീസ്, കൊസോവോ, മോണ്ടിനെഗ്രോ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ, സെർബിയ, സ്ലോവാനിയ. ഇതെല്ലാം കൂടെ പറയുന്നതിനാണ് ബാൾക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഈ ബാൾക്കൻ കൺട്രീസ് എന്ന് പറയുന്ന ഇതെല്ലാം കൂടിയിട്ടാണ് ബാൾക്കൻ കൺട്രീസ്, യൂറോപ്പിലാണ്. ഇവർ തമ്മിൽ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, ഇവരുടെ മേലെ മറ്റുള്ള യൂറോപ്യൻ ശക്തികളുടെ ആധിപത്യം അവർ ശ്രമിക്കാനുള്ള അവർ ആധിപത്യം ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ എന്താ പറയുക ചൂടുപിടിച്ച ഒരു ചർച്ചാ വിഷയമായി മാറുവാണ് ബാൾക്കൻ ഏരിയാസ്, ബാൾക്കൻ കൺട്രീസ്. ദാറ്റ് റിസൾട്ടഡ് ഇൻ വാട്ട് ഇസ് ബാൾക്കൻ ക്രൈസിസ് ഓഫ് 1912. This was greatly responsible for the First World War. You can see how Serbia ഒരു Balkan territory ആണ്. Serbia's interest clashed with the interest of Bosnia. അങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. Okay. We have so far discussed the events that led to the First World War. Let us now discuss the most immediate cause which created the First World War. ഇതുവരെ പറഞ്ഞതിലൊക്കെ എന്തായിരുന്നു, 1908-ലെയും 1912-ലെയും ഒക്കെ പല കാര്യങ്ങളുമായിരുന്നു. ദ ബാൾക്കൻ ക്രൈസിസ് ആയാലും മറ്റുള്ള കോളനികളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായാലൊക്കെ. പക്ഷേ എന്താണ് ഏറ്റവും ഒടുക്കം ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്നത്? ഇറ്റ് വാസ് എൻ ഈവൻറ്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ 1914. അപ്പം അതെവിടെയാണ് നടന്നത്? സെറാജിവോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്ലീസ് നോട്ട് ദ സ്പെല്ലിംഗ് ഓഫ് ദിസ് പ്ലേസ്. സെറാജിവോ, SARAJEVO. എവിടെയാണ്? ദിസ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ബാൾക്കൻ സ്റ്റേറ്റ് ബോസ്നിയ. ബാൾക്കൻ സ്റ്റേറ്റ് ആയ ബോസ്നിയയിലെ ക്യാപിറ്റലാണ് സെറാജിവോ. എന്താണ് നടക്കുന്നത്? ഡേറ്റ് ഓർക്കുക, 28th June 1914. വീണ്ടും പറയാം, 28th June 1914. Archduke Francis Ferdinand and his wife Sophie, they were the heir to the Austrian throne. Heir എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തരാവകാശി. അവർ ഈ രണ്ടുപേരും they were traveling in the city Sarajevo while they were killed by a Serbian national, a Serbian terrorist whose name was Gavrilo Princip. എന്താണ് പേര്? Gavrilo Princip. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലാൻ കാരണം? പിറകിലുള്ള ബാൾക്കൻ ക്രൈസിസ് ആണ്. ബാൾക്കൻ കൺട്രീസിൽ ഒന്നാണ് ബോസ്നിയ, വേറെ ഒന്നാണ് സെർബിയ. ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ സെർബിയൻ ടെററിസ്റ്റ് ആയിട്ടുള്ള പ്രിൻസെപ്പ് ഓസ്ട്രിയൻ രാജകുമാരനെയും ഭാര്യയെയും വധിക്കുന്നത്. So that is how Balkan crisis, I told you, was a cause. പക്ഷെ ഇത് പ്രധാനമായിട്ടും അന്ന് ആ ഒരു ദിവസം നടന്ന സംഭവമാണ്. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? what will happen after that? സെർബിയയിലെ ഒരു ആളാണ് കൊല്ലുന്നത്. ആരെ? ഓസ്ട്രിയയിലെ രാജകുമാരനെ. സോ ഓസ്ട്രിയ, what did they do? They declared an ultimatum over Serbia. അൾട്ടിമേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താണ്, അന്ത്യശാസനം പോലെ. ഒരു കുറേ ഓർഡേഴ്സ്, ഇന്ന് ചെയ്യണം, നിങ്ങൾ ഇന്ന് ഗാബ്രിലോ പ്രിൻസിപ്പിനെ സറണ്ടർ ചെയ്യണം, പല കാര്യങ്ങളും അവരിങ്ങനെ ആവശ്യപ്പെടുകയാണ്. ബിക്കോസ് യു കിൽഡ് ആർ എയർ, നിങ്ങളുടെ രാജകുമാരനെയാണ് നിങ്ങൾ കൊന്നത്, നിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ച് മതിയാകൂ എന്ന് പറയും സെർബിയോട്. ആര് പറയുന്നു? ഓസ്ട്രിയ പറയുന്നു. അപ്പോൾ സെർബിയ എന്ത് ചെയ്യുന്നു? കുറേ കാര്യങ്ങൾ അംഗീകരിച്ചു, പക്ഷേ ചിലതൊന്നും അംഗീകരിക്കാൻ റെഡി ആയില്ല. ദേ വർ നോട്ട് റെഡി ടു അഗ്രി ടു ഓൾ ദ ടേംസ് ഇൻ ദ അൾട്ടിമേറ്റം. അപ്പം അൾട്ടിമേറ്റത്തിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 23rd July. അന്നാണ് ഓസ്ട്രിയ അൾട്ടിമേറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ 28th July they understood that Serbia was not ready to agree to all the terms in the ultimatum. അന്ത്യശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ ടേംസും സെർബിയ അംഗീകരിക്കാൻ റെഡിയല്ല എന്ന് പറയുമ്പോൾ ഓസ്ട്രിയ എന്ത് ചെയ്യുന്നു? അവർക്ക് റിവെഞ്ച് ചെയ്യണമല്ലോ, അവരുടെ രാജകുമാരനെയല്ലേ കൊന്നിട്ടുള്ളത്, അവർക്ക് തക്കതായ മറുപടി കൊടുക്കണം സെർബിയക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? സെർബിയയ്ക്ക് മേലെ യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നു. അതെന്നാണ്? 28th July 1914. അന്നാണ് എന്ത് തുടങ്ങുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ. So it is clear. Is it clear the cause? How this prince was assassinated? Prince was an Austrian prince. He was killed by a Serbian terrorist. Austria declared an ultimatum over Serbia. Serbia was not ready to agree to all the terms in the ultimatum. So on 28th July, Austria declared war on Serbia. And that is how the First World War began. ഇനി എന്താണ് നമ്മൾ കാണുന്നത്? ഓസ്ട്രിയ ഒരു ഭാഗമാണെങ്കിൽ സെർബിയ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഓസ്ട്രിയനെ സപ്പോർട്ട് ചെയ്യുന്നതും പല രാജ്യങ്ങളും സെർബിയനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് കാണുന്നത്. അങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ പേര് സെൻട്രൽ പവേഴ്സ് എന്നും മറ്റേ ഗ്രൂപ്പിൻ്റെ പേര് അലൈസ് എന്നുമാണ്. ഓക്കെ, സോ ഐ ഹാവ് ഇൻ ദിസ് slide the major powers who form the central powers and
the other group which formed the Allied powers. അപ്പോൾ സെൻട്രൽ പവേഴ്സ് ആരെന്ന് നോക്കാം. 4 ഉള്ളൂ. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ബൾഗേറിയ. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ടർക്കിയാണ്. അപ്പം ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി ഒറ്റക്കാണ്, ഒരു കൺട്രിയാണ്. ഓസ്ട്രിയ ഹംഗറി എന്നുള്ളത് ഹൈഫിനേറ്റഡ് വേർഡാണ്, ഒറ്റ രാജ്യമാണ്. ബൾഗേറിയ മൂന്നാമത്തെ, നാലാമത്തത് ടർക്കി. അങ്ങനെ അവരെയാണ് വിളിക്കുന്നത് CP അല്ലെങ്കിൽ സെൻട്രൽ പവേഴ്സ്. ഫോർ ടു മേക്ക് ഇറ്റ് ഈസി യു കെൻ റിമെമ്പർ ഇറ്റ് ആസ് CP. മറ്റേ സംഭവങ്ങൾ എന്താണ്? AP ഓർ അലൈഡ് പവേഴ്സ്. അത് ആരൊക്കെയാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി, റൊമാനിയ, ജപ്പാൻ. ഓക്കെ, ആൻഡ് ഫൈനലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കുറേ ലേറ്റ് ആയിട്ടാണ് USA ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ആയിട്ടോട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് അലൈഡ് പവേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ഹോൾ വേൾഡ് ഗോട്ട് ഡിവൈഡഡ് നമ്മൾ കാണാൻ പറ്റും. അപ്പം ഓസ്ട്രിയ ഹംഗറി ഒരു ഭാഗത്തും, മറ്റേത് സെർബിയയെ സപ്പോർട്ട് ചെയ്ത ഗ്രൂപ്പാണ്. സെർബിയയുടെ ഗ്രൂപ്പാണ് ബ്രിട്ടൻ, ഫ്രാൻസ് ഒക്കെ. ഓസ്ട്രിയ ഹംഗറീൻ്റെ ഗ്രൂപ്പാണ് ജർമ്മനി, ബൾഗേറിയ ഒക്കെ. സോ സെൻട്രൽ പവേഴ്സ് വേഴ്സ് അലൈഡ് പവേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് യുദ്ധം പുറപ്പെടുന്നത്. Let us see. Gradually the number of belligerent countries rose to 27. It comprised, in fact, countries of all the continents. Why? കാരണം ബ്രിട്ടനൊക്കെ ആണെങ്കിൽ, ബ്രിട്ടൻ്റെ കോളനിയാണ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടൻ ആലൈഡ് പവേഴ്സ് ആണെങ്കിൽ ഇന്ത്യയുടെ താല്പര്യം നോക്കാതെ ഇന്ത്യ അതിൻ്റെ ഭാഗത്തേക്ക് ഡ്രാഗ്ഡ് ആണ്. ഇന്ത്യ വാസ് ഡ്രാഗ്ഡ് ആസ് എ സപ്പോർട്ടർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, as a supporter of the allied powers. In the same way, almost all the colonies were dragged this way. That is why you can see it was a war which encompassed almost all the countries in the world. That is why you call it as the first global war. ഓക്കെ, ഇനി സംഭവിക്കുന്നത് നമ്മൾ പറയാൻ പോകുന്നത് ഗതിയെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കുറേ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടിപിടികളാണ് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ജർമ്മനി അറ്റാക്ട് ഫ്രാൻസ്, ആൻഡ് അതൊരു വിജയമാവുന്നില്ല. ഇറ്റ്സ് സ്റ്റേൽമേറ്റ്. സ്റ്റേൽമേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ചെക്ക്ഡ് ദ പവർ ഓഫ് ജർമ്മനി, തടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് മാൺ, MARNE. ദിസ് വാസ് എ വെരി ഡിസൈസീവ് ബാറ്റിൽ വിച്ച് സേവ്ഡ് ഫ്രഞ്ച് ക്യാപിറ്റൽ പാരീസ്. ദ ബാറ്റിൽ ഓഫ് മാൻ. ജർമ്മനിയുടെ കയ്യിലേക്ക് പാരീസ് അകപ്പെടുമായിരുന്നു, പക്ഷെ അവരുടെ ചെറുത്തുനിൽപ്പ് കാരണം ജർമ്മനിയുടെ കയ്യിൽ പെടാതെ ഫ്രഞ്ചുകാർക്ക് പാരീസിനെ അല്ലെങ്കിൽ ഫ്രാൻസിനെ രക്ഷിക്കാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് ബാറ്റിൽ ഓഫ് മാൻ. വിജയം ആരുടെ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റെയിൽമേറ്റ്, അല്ലെങ്കിൽ ഒരു രണ്ടാൾക്കും ഏകദേശം ഒരേപോലത്തെ അവസ്ഥ. ഫ്രാൻസ് could check Germany's actions. That is what you can understand from the Battle of Marne. Trench warfare was the common method which was used. കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സോൾജേഴ്സ് ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. അതിൻ്റെ ഇമേജസ് കാണിച്ചു തരാം. കിടങ്ങുകൾ, അതാണ് ട്രെഞ്ച് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു യുദ്ധം എന്ന് പറയുന്നത് 1916. യു കുഡ് സീ ദാറ്റ് ജർമ്മനി അഗൈൻ അറ്റാക്ട് ദ ഫ്രഞ്ച് ഫോർട്രസ് ഓഫ് വേർഡൻ. ഫ്രഞ്ചുകാരുടെ ഒരു വലിയൊരു കോട്ടയുണ്ട് വേർഡൻ, അത് അറ്റാക്ക് ചെയ്യുന്നത് 1916 ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് നേവൽ ബാറ്റിൽ ഓഫ് ജട്ട്ലൻഡ്, JUTLAND, ഡെൻമാർക്കിലാണ് ജട്ട്ലൻഡ്, നേവൽ ബാറ്റിൽ ഓഫ് ജട്ട്ലൻഡ്. ആൻഡ് ഹിയർ ഇൻ ദിസ് ബാറ്റിൽ you can see how Britain and Germany fought against each other. Britain and Germany fought against each other. Naval Battle of Jutland. Next, I have a few images for you. In these images, I am trying to show a few real pictures. ആദ്യത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ദ വേൾഡ് വാർ ആണ്. ഇന്ത്യക്കാരും നമ്മൾ പറഞ്ഞല്ലോ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരും പോകുന്നുള്ളൂ. ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ഇമേജാണ്. പിന്നെ അടുത്തത് ട്രെഞ്ച് വാർഫെയറിൻ്റെ ഇമേജാണ്. ട്രെഞ്ച് ഞാൻ പറഞ്ഞല്ലോ, കിടങ്ങുകൾ ഇങ്ങനെ കുഴിക്കുക, അതിൻ്റെ ഉള്ളിൽ സോൾജേഴ്സ് ഒളിച്ച് നിൽക്കുക, എന്നിട്ട് എനിമീനെ കാണും പൊന്തിയിട്ട് വെടിവെക്കുക. അപ്പോൾ യു ക്യാൻ സീ ഹൗ ട്രെഞ്ച് വാർഫെയർ. ട്രെഞ്ചിൽ നിൽക്കുന്ന ഒരു ഇമേജാണ് അടുത്തത്, കിടങ്ങുകളുടെ ഉള്ളിൽ. പിന്നെ വേറൊരു ട്രെഞ്ചിൽ പാവം ഉറങ്ങുന്ന ഒരു ഇമേജാണ്. ആഫ്റ്റർ വെൻ ദർ വാസ് നോ വാർ, ആ സമയങ്ങളിൽ റെസ്റ്റ് ക്ഷീണിച്ച് കിടക്കുന്ന ഒരു ഇമേജാണ് ട്രെഞ്ച് വാർഫെയർ. ഓക്കെ, ഇനി ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ജർമ്മനി അല്ലെങ്കിൽ സെൻട്രൽ പവേഴ്സ് അറ്റാക്ട് റഷ്യ. ഓക്കെ, റഷ്യ ലോഞ്ച്ഡ് ആൻ ഒഫെൻസീവ് അറ്റാക്ക് ഇൻ 1916 ബട്ട് ഗോട്ട് റിപ്പൾസ്ഡ്. റഷ്യ വലിയൊരു രാജ്യമാണ് അന്ന്, സാറിൻ്റെ കീഴിൽ. റഷ്യ ഒന്ന് ശ്രമം നടത്തുന്നുണ്ട് ജർമ്മനിക്കെതിരെ, ജർമ്മനിയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വലിയ വിജയമൊന്നും ആവുന്നില്ല. റഷ്യ ഗോട്ട് റിപ്പൾസ് അല്ലെങ്കിൽ പിന്മാറേണ്ടി വരുന്നു.
പക്ഷേ റഷ്യയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആഫ്റ്റർ 1917 വെരി ഇമ്പോർട്ടൻറ്റ് ഇന്റേണൽ റെവല്യൂഷൻ ഹാപ്പൻ വിച്ച് യു നോ അത് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം. ഒക്ടോബർ റെവല്യൂഷൻ ഈ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം റഷ്യ എന്ത് ചെയ്യുന്നു? Russia, though initially had participated in the World War, you could see Russia withdrawing from the First World War in the year 1918 with the Treaty of Brest-Litovsk. BREST ആണ് ഹൈഫൻ LITOVSK 1918 ബ്രെസ്റ്റ്-ലിറ്റോവ്സ്ക് എന്ന് പറയുന്ന ട്രീറ്റി. ഈ ഒരു ഉടമ്പടി പ്രകാരം റഷ്യ എന്ത് ചെയ്യുന്നു? ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അതെന്താണ് പറയുന്നത്? വി ആർ നോട്ട് റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വാർ എനിമോർ എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും റഷ്യൻ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് they had lots of internal issues. They could not send their forces, they could not invest their energy and time in this global war. So this is a very important event which you have to remember. That is October Revolution, which made Russia withdraw from the First World War, and the treaty with the Treaty of Brest-Litovsk in 1918. Russia അങ്ങനെയാണ് പിന്മാറുന്നത്. It had tried offensive attacks against the Central Powers, but Russia had to withdraw because of the October Revolution. Okay. ഇനി പറയുന്നത് അമേരിക്കയുടെ എൻട്രി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എപ്പോഴാണ് വരുന്നത്? 1917 യുദ്ധത്തിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യു കുഡ് സീ ഹൗ ജർമ്മനി കണ്ടിന്യൂസ്ലി അറ്റാക്ട് അമേരിക്കൻ വെസൽസ് അല്ലെങ്കിൽ ഷിപ്സ്, ബിക്കോസ് ജർമ്മനി വാസ് വെരി സ്ട്രോങ് ആസ് ഫാർ ആസ് സബ്മറീൻ വാർഫെയർ വാസ് കൺസേൺഡ്. സബ്മറീൻ വാർഫെയർ എന്ന അന്തർവാഹിനികൾ, വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന തരത്തിലുള്ള ഷിപ്പുകൾ ജർമ്മനിയുടെ കയ്യിൽ കുറേ ഉണ്ട്. അപ്പോൾ ജർമ്മനി അമേരിക്കൻ അറ്റാക്ക് ചെയ്തു 1917. അങ്ങനെയാണ് USA യുദ്ധത്തിന് ഭാഗമാകുന്നത്. 1917 വരെ USA രണ്ട് സൈഡിൽ നിൽക്കാതെയാണ്, അങ്ങനെ ഒരു ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല, ടുവേർഡ്സ് ആലൈസ് ആണ്, പക്ഷേ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1917 എന്ന് സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂവസ് irritation from the side of the Germans, you could see American government was forced to join the First World War. അമേരിക്ക എന്ന് പറയുമ്പം വളരെ സ്വാധീന ശക്തിയുള്ള രാജ്യമായിരുന്നു. പൈസയും ഈ കാലഘട്ടത്തിൽ അവരുടെ കയ്യിൽ നല്ലോണം ഉണ്ട്. അവർ ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഫോർ ദ അലൈസ്. ഫ്രം 1917 you can see the allied powers, allied sides gaining wins. ജയങ്ങൾ അവരുടെ ഭാഗത്തായി, അമേരിക്കൻ സപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം. ഓക്കെ, ഇനി 1918 എല്ലാം കൂടി ഇങ്ങനെ അമേരിക്ക വന്നു. ഈ ഒരു കാലഘട്ടത്തിലേക്കും റഷ്യ പോയിട്ടുണ്ട്. ജൂലൈ 1918 ആകുമ്പോഴേക്കും നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അലൈസ് ലോഞ്ച്ഡ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് സെൻട്രൽ പവേഴ്സ് ഇൻ ജർമ്മനി. പതുക്കനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ജർമ്മനീനെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ഈ 4 സെൻട്രൽ പവേഴ്സ് ഏതൊക്കെയാണ്? ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ടർക്കി. ഇതിൽ ഏറ്റവും പവർഫുൾ ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനിയാണ് അവർ ഒതുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവർക്ക് ജർമ്മനീനെ ഒറ്റയ്ക്ക് ജർമ്മൻ ശക്തിയെ അവർ നേരിടാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ബൾഗേറിയ ആൻഡ് ടർക്കി സറണ്ടേർഡ്. ഓക്കെ, ഓസ്ട്രിയ ഹംഗറി 1918 സറണ്ടേർഡ്. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ജർമ്മനിയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കൈസർ വില്യം സെക്കൻഡ്, ഹു വാസ് എ റൂളർ അറ്റ് ദിസ് ടൈം, ഡ്യൂ ടു ഇന്റേർണൽ ഇഷ്യൂസ് ഹി റാൻ അവേ ഫ്രം ഹിസ് ലാൻഡ്. അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് ഹോളണ്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ രാജാവില്ല എന്ന് പറയുമ്പോൾ തന്നെ നാഥനില്ലാത്തൊരു അവസ്ഥയായി മാറി. അപ്പം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ദേ വർ ഫോഴ്സ് സറണ്ടർ. അങ്ങനെ ജർമ്മനി സറണ്ടർ ചെയ്യാണ് ഡ്യൂ ടു കൈസർ വില്യം എസ്കേപ്പിംഗ്, ബിക്കോസ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിഫീറ്റ്സ് വിച്ച് ജർമ്മനി വാസ് ഫേസിങ് അറ്റ് ദാറ്റ് ടൈം. സോ ഹി വാസ് ഫോഴ്സ്ഡ് ടു എസ്കേപ്പ് to a foreign land. അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ജർമ്മനി became a republic. This republic, which came to be known as a Weimar Republic, they decided to end the war. So they signed an armistice with the allies. ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറയുന്നു. That was on 11th November 1918, which ended the war. അങ്ങനെ ജർമ്മനിയുടെ പരാജയത്തോടു കൂടെ ഈ യുദ്ധം അവസാനിക്കുകയാണ്. So this is the cause of the war for you. Okay, so here in this particular class, what I have tried to do is what I tried to do was to trace the events which led to the First World War. I also discussed the immediate cause of the war and also which were the major wars in the First World War. Finally, you can see how the Central Powers got totally defeated. Central Powers എന്ന് പറയുമ്പോൾ Germany, Austria-Hungary, Bulgaria, Turkey. They were defeated in the hands of the Allies.
and the war came to an end on 11th November 1918. 1914 to 1918, that was a period of the First World War. It came to an end with the defeat of the Central Powers. Okay, so that is how we conclude the First World War. Okay, bye bye.